നമസ്കാരം. എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിൽ സുപ്രധാന ചുവടുവെപ്പുമായി കേന്ദ്ര സർക്കാർ. എട്ടാം ശമ്പള കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ഇതിലൂടെ ശമ്പള പരിഷ്കരണത്തിനുള്ള പൊതുജന കൺസൾട്ടേഷൻ പ്രക്രിയ ഔപചാരികമായി ആരംഭിച്ചിട്ടുണ്ട്. അതായത് MyGov.in എന്ന പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ചോദ്യാവലിയിലൂടെ ശമ്പളം, പെൻഷൻ, അലവൻസുകൾ എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കിടാൻ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും മറ്റ് പങ്കാളികളെയും കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സുപ്രധാനമായി പുറത്തുവരുന്ന വാർത്ത. ശമ്പള പരിഷ്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ നീക്കം സൂചിപ്പിക്കുകയാണ്. കൂടാതെ ജീവനക്കാർക്ക് അവരുടെ ശമ്പള പാക്കേജുകളെ ബാധിക്കുന്ന ശുപാർശകൾ നേരിട്ട് രൂപപ്പെടുത്തുന്നതിനുള്ള അപൂർവമായ അവസരമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നിരിക്കുന്നത്. ശമ്പള കമ്മീഷനുമായി സഹകരിച്ച് ഒരു ഓൺലൈൻ ചോദ്യാവലിയിലൂടെ മാത്രമേ ഇൻപുട്ടുകൾ തേടുന്നുള്ളൂ. ഇമെയിൽ, PDF അല്ലെങ്കിൽ കത്തുകൾ വഴി അയക്കുന്ന പ്രതികരണങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ചോദ്യാവലി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ്. പ്രതികരിക്കുന്നവരുടെ ഐഡന്റിറ്റികൾ രഹസ്യമായി തുടരുമെന്നും എല്ലാ ഡേറ്റയും വിശകലനം ചെയ്ത് സംയോജിതവും ആട്രിബ്യൂട്ട് ചെയ്യാത്തതുമായ രീതിയിൽ മാത്രമേ പങ്കിടൂ എന്നും കമ്മീഷൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രതികരണങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 മാർച്ച് 16 ഈ തീയതിക്ക് ശേഷം കൺസൾട്ടേഷൻ വിൻഡോ അവസാനിക്കും. കൂടുതൽ സമർപ്പണങ്ങൾ പരിഗണിക്കുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക്, കേന്ദ്ര ഭരണ പ്രദേശത്തെ ജീവനക്കാർ, ജുഡീഷ്യൽ ഓഫീസർമാരും കോടതി ജീവനക്കാരും, റെഗുലേറ്ററി ബോർഡിലെ അംഗങ്ങളും, അതോടൊപ്പം തന്നെ ജീവനക്കാരും, സേവനമനുഷ്ഠിക്കുന്നതും വിരമിച്ചതുമായ ജീവനക്കാരുടെ അസോസിയേഷനുകൾ അല്ലെങ്കിൽ യൂണിയനുകൾ, പെൻഷൻകാർ, ഗവേഷകരും അക്കാഡമിഷ്യന്മാരും എന്നിവരാണ് ഇതിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളത്. മുൻകാല ശമ്പള കമ്മീഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ആന്തരിക പ്രാതിനിധ്യങ്ങളെ വളരെയധികം ആശ്രയിച്ചിരുന്ന എട്ടാം CPC വിശാലമായ നയതല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക വളർച്ച, പണപ്പെരുപ്പം, സാമ്പത്തിക പരിമിതികൾ എന്നിവയ്ക്കിടയിൽ എട്ടാം CPCയെ രൂപപ്പെടുത്തേണ്ട മാർഗനിർദ്ദേശങ്ങൾ, അത് തത്വശാസ്ത്രം എന്നാണ്. ശമ്പള പരിഷ്കരണത്തിൽ അതിന്റെ ഒരു ഫിറ്റ്മെന്റ് ഘടകം എന്നതിനെ പ്രതിനിധീകരിക്കണമെന്നാണ് അതിൽ ചിലർ വ്യക്തമാക്കുന്നത്. എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം 2025 ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത്. 2025 നവംബർ 3 ധനകാര്യ മന്ത്രാലയം അതിന്റെ ടേംസ് ഓഫ് റഫറൻസ് അംഗീകാരത്തോടെ ഇത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ശമ്പളം, പെൻഷനുകൾ, അലവൻസുകൾ എന്നിവയുടെ പരിഷ്കരണത്തെക്കുറിച്ചുള്ള ശുപാർശകൾ സമർപ്പിക്കാൻ കമ്മീഷൻ 18 മാസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത്. അതേസമയം കമ്മീഷന്റെ കൺസൾട്ടേഷനുകൾ ആരംഭിക്കുമ്പോഴും നടപ്പാക്കലിന്റെ വേഗതയിൽ ജീവനക്കാരുടെ യൂണിയനുകൾ അക്ഷമരായി കൊണ്ടിരിക്കുകയാണ്. എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് പ്രതീക്ഷിച്ച സമയപരിധിക്കപ്പുറം സർക്കാർ വൈകിയാൽ പ്രതിഷേധ നടപടികളും അതോടൊപ്പം തന്നെ പണിമുടക്കും ഉണ്ടാകുമെന്നാണ് നിരവധി ജീവനക്കാരുടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതായത് CPM-ലെ അടക്കം ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും സമയബന്ധിതമായി തന്നെ ഇപ്പോൾ കൃത്യമായി തന്നെ സർക്കാർ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു നല്ലൊരു എമൗണ്ട് തന്നെ സാലറിയിൽ ഒരു വർധനവ് ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്.